ഗ്ലോബൽ യൂത്ത് ഡേ 2025 വീക്ക് ഓഫ് പ്രയറിലെ ഒന്നാമത്തെ ദിവസത്തെ മെസ്സേജിലേക്ക് എല്ലാവർക്കും ഞാൻ സ്വാഗതം അറിയിക്കുന്നു. നമ്മുടെ ഇന്നത്തെ മെസ്സേജ് അതിർത്തികൾക്കപ്പുറം എന്നുള്ളൊരു വിഷയത്തെ ആസ്പദമാക്കിയാണ്. അപ്പോൾ ഈ വർഷത്തെ ഗ്ലോബൽ യൂത്ത് ഡേയുടെ തീം തന്നെ ആക്ട് എന്നാണ്. എ കമ്മ്യൂണിറ്റി ട്രാൻസ്ഫോംഡ്, അല്ലെങ്കിൽ ഒരു സമൂഹത്തെ രൂപാന്തരപ്പെടുത്തുക എന്നാണ്. അപ്പോൾ പലപ്പോഴും നമ്മുടെ സമൂഹത്തെ രൂപാന്തരപ്പെടുത്തുക എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള നമുക്ക് എളുപ്പം എത്തിച്ചേരാവുന്ന ഒരു കൂട്ടം ആൾക്കാരെക്കുറിച്ച് ചിന്തിക്കുന്നത്. പക്ഷേ ഇന്നത്തെ വിഷയം സാധാരണയായി നമ്മൾ ചിന്തിക്കാത്തതും കരുതാത്തതുമായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരിലേക്ക് എങ്ങനെ എത്താം, അതിന് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസാണ് നമ്മുടെ മുമ്പിലുള്ളത്, ബൈബിളിൽ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ള ഒരു ചെറിയ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഇന്നത്തെ ഈ ഒരു ദൂതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് എങ്ങനെ ഞങ്ങളുടെ എല്ലാവരുടെയും കംഫർട്ട് സോൺ അപ്പുറം ഉള്ള ജനങ്ങളിലേക്ക് അങ്ങയുടെ സത്യവുമായി കടന്നു ചെല്ലാമെന്നുള്ള വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കർത്താവെ, അങ്ങ് തന്നെ അങ്ങയുടെ ആത്മാവിനെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ദൂതിനെ അങ്ങയുടെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കി തരികയും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതിൽ നിന്നും ശക്തി ആർജിക്കുവാൻ, ഊർജ്ജം പ്രാപിക്കുവാൻ അവിടുന്ന് ഇടയാക്കുകയും ചെയ്യണമേ. ഈ എളിയ ദാസന് അതിനൊരു തടസ്സമായി നിൽക്കാതെ അങ്ങയുടെ ഒരു ലളിത ഉപകരണമായി മാത്രം ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. അവിടെ തന്നെ എടുത്ത് ഉപയോഗിക്കണമേ. കേൾക്കുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും ഓരോ യുവാക്കൾക്കും അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അനുഭവപ്പെടുവാനും മാറ്റത്തിൻ്റെ ചലനങ്ങളുണ്ടാകുവാനും ഇടയാക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ താഴ്മയോടെ ചോദിക്കുന്നു. നല്ല പിതാവേ, ആമേൻ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, അതൊരു 3 വർഷങ്ങൾക്ക് മുമ്പ്, ഞാനും എൻ്റെ വൈഫും കൂടെ ഹൊസൂർ താമസിക്കുന്ന സമയമാണ്. ഞങ്ങൾ ഒരു നൈറ്റ് ഡ്രൈവിന് പോകാമെന്ന് തീരുമാനിക്കുക. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നൈറ്റ് ഡ്രൈവിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങൾ പതുക്കെ ഹൊസൂരിൽ നിന്നും റോഡിലൂടെ ബാംഗ്ലൂരിലേക്ക്, അല്ലെ ബാംഗ്ലൂരിൻ്റെ സൈഡിലേക്ക് അങ്ങ് വരുന്നു. അങ്ങനെ നൈറ്റ് ഡ്രൈവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് 7-8 മണിയൊന്നുമല്ല, ഇത് രാത്രി 12 മണിക്ക് ശേഷമുള്ളൊരു നൈറ്റ് ഡ്രൈവാണ്. വെറുതെ ഞങ്ങൾക്കൊരു ഹരം തോന്നി, അങ്ങനെ ഒന്ന് ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ രാത്രി ആ സമയത്ത് അങ്ങ് വണ്ടി ഓടിക്കുക. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ ഒരു ഭാഗമൊക്കെ എത്തിയതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരമൊക്കെ റൗണ്ട് അടിച്ചതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോകാം. അതിന് കാറിൽ നമുക്ക് തിരിച്ചു പോകാനുള്ള വഴി കണ്ടെത്താൻ വേണ്ടിയിട്ട് ഫോണിൽ ഞങ്ങൾ ഗൂഗിൾ മാപ്പിൽ വഴിയിട്ടു. അങ്ങനെ വഴിയൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഗൂഗിൾ മാപ്പ് കൊണ്ടുപോകുന്ന വഴികളിലൂടെയൊക്കെ പോവാം. പോയി ഒരു ഇടുങ്ങിയ ഒരു പാതയിലേക്ക് ചെന്നു. അപ്പോൾ എനിക്കൊരു സംശയമുണ്ട്, ഇതൊക്കെ ശരിയായിട്ടുള്ള വഴിയാണോ എന്ന്. പക്ഷേ നമുക്ക് വേറെ നിവർത്തിയില്ല, കാരണം നമുക്ക് പരിചയമില്ലാത്ത ഒരു പ്രദേശമൊക്കെ ആയിട്ട് തന്നെ ഈ ഗൂഗിൾ മാപ്പിനെ ആശ്രയിക്കാനാണ്ട് വേറെ വഴിയില്ല. അങ്ങനെ ഇടുങ്ങിയ പാതയിൽ രാത്രി ഒരു 12:45-1 മണി സമയത്ത് ഇങ്ങനെ ചെന്ന് ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങളുടെ മുമ്പിൽ കാണുന്ന ഒരു കൂട്ടം ആൾക്കാർ ഒരു വലിയൊരു പിശാചിനെ പോലത്തെ ഒരു രൂപത്തിനെയൊക്കെ സ്ഥാപിച്ച് അതിനെ ഒരു വണ്ടിയുടെ പൊക്കത്താണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇവരതിനെ അവിടെ നിന്ന് ആരാധിക്കുക. ഞങ്ങൾക്കാണെങ്കിൽ വണ്ടി മുന്നോട്ടെടുക്കാനും സ്ഥലമില്ല, തിരിക്കാനും സ്ഥലമില്ല. ഞങ്ങളിതേ ഈ പിശാചിനെ ആരാധിക്കുന്ന കർണാടകയിലുള്ള ഈ ഒരു കൂട്ടം ആൾക്കാരുടെ മുമ്പിൽ നേരെ ചെന്നിരിക്കുക. പിശാച് എന്നുള്ള വാക്കായിരിക്കില്ല അവർ ഉപയോഗിക്കണം, പക്ഷേ അവരുടെ ഒരു രീതിയിൽ നിന്ന് നമുക്കത് കാണുന്നത് ഏറെക്കുറെ വ്യക്തമാണ്. പ്രത്യേക രീതിയിലും ശബ്ദങ്ങളും പ്രത്യേക രീതിയിലെ കൊട്ടുകളൊക്കെ ആയിട്ട് നമ്മൾ ആരെയും ഭയപ്പെടുത്തുന്ന ഒരു ആരാധന, അതിൻ്റെ നേരെ മുമ്പിൽ നമ്മൾ ചെന്ന് പെട്ടിരിക്കുക. ഞങ്ങൾക്ക് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ആദ്യം തന്നെ തിരിക്കാൻ സ്ഥലമില്ല. അപ്പോൾ എന്ത് ചെയ്ത് പിന്നെ ഞങ്ങൾ അതേപോലെ വണ്ടി പുറകോട്ട് എടുത്ത് ഒരു സ്പോട്ടിലെത്തിയപ്പോൾ ഇച്ചിരി തിരിക്കാനുള്ള സ്ഥലം കിട്ടിയിട്ട് അങ്ങനെ തിരിച്ച് ഞങ്ങൾ വേഗം അവിടെ നിന്ന് രക്ഷപ്പെടുകയുണ്ടായി. എനിക്കിതൊരു കൗതുകമായിരുന്നു, അല്ലെങ്കിൽ ഇതൊരു പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാരണം ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കേരളത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ജനിച്ച് വളർന്നതൊക്കെയും കേരളത്തിലായിരുന്നു. പക്ഷെ വേറൊരു അനുഭവം എനിക്കൊരിക്കൽ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഒരു ആഫ്രിക്കയിൽ നിന്നുള്ള കെനിയയിലെ ഒരു സുഹൃത്ത്, അവൻ ഇവിടെ ഇന്ത്യയിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ
ഏതാണ്ട് അവൻ്റെ പഠനമൊക്കെ പൂർത്തിയാക്കുന്നതിന് കുറച്ച് നാൾ മുമ്പാ പറ്റുവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരിക്കൽ ഞങ്ങളൊരു യൂത്ത് ക്യാമ്പിൽ വെച്ച് വീണ്ടും കാണാനിടയായി. നേരത്തെ തൊട്ട് എനിക്കറിയാവുന്ന, അപ്പോൾ വീണ്ടും ഒരു യൂത്ത് ക്യാമ്പിൽ വെച്ച് കാണാനിടയായി. അപ്പോൾ അവൻ്റെ പേര് ഹെയ്ഡൻ എന്നാണ്. അപ്പോൾ ഹെയ്ഡൻ പറഞ്ഞു, നിങ്ങൾ കുറേ മെഡിക്കൽ ക്യാമ്പൊക്കെ നടത്തുന്നല്ലേ, എങ്ങനെയാണ് മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നതെന്നൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ആ യൂത്ത് ക്യാമ്പിന് താമസിച്ചിരുന്ന ആ ഡോർമെട്രിയിലെ ഒരു ബങ്ക് ബെഡിൻ്റെ മുകളിലെ നിലയിൽ ഇരുന്ന് ചർച്ച ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ഒരു മെഡിക്കൽ ക്യാമ്പ് ചെയ്യുമ്പോൾ ആദ്യം തിരിച്ചറിയേണ്ടത് നമ്മൾ ഏത് ആൾക്കാരെയാണോ സഹായിക്കാൻ പോകുന്നത് ആ ആൾക്കാർക്ക് എന്താവശ്യമാണോ ഉള്ളത് അതിനെ നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ നാട്ടിൽ കെനിയയിൽ നിങ്ങൾ നടത്താൻ പോകുന്ന സ്ഥലത്ത് പൊതുവെ ആൾക്കാർ എന്തൊക്കെ രോഗം വന്നാൽ മരിക്കാറെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ഓക്കെ, ഒന്നാമതായിട്ട് അവൻ ചില പകർച്ചവ്യാധികളുടെ കാര്യം പറഞ്ഞു. അത് നമുക്ക് സ്വാഭാവികമാണ്, കാരണം ആഫ്രിക്കയിൽ അത്രയും നമ്മുടെ അത്രയും നിലവാരമുള്ള സാനിറ്റേഷൻ ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടാവത്തില്ല, അത്രയും നല്ല മെഡിക്കൽ കെയർ ഫെസിലിറ്റി ഒന്നും കാണില്ല. അപ്പോൾ അവർക്ക് കൂടുതൽ പേരും പകർച്ചവ്യാധികളുണ്ടാണ് മരിക്കുന്നത്. എന്നിട്ട് അവൻ പറഞ്ഞു, രണ്ടാമത്തെ മരിക്കാനുള്ള കാരണം വൂഡു ആണെന്ന് പറഞ്ഞു. വൂഡു എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ നിങ്ങൾ പലർക്കെങ്കിലും അറിയായിരിക്കും. അത് ആഫ്രിക്കയിലെ മരിച്ചുപോയ ആൾക്കാരുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ആരാധന രീതിയാണ്. ഈ വൂഡുവിൻ്റെ പ്രത്യേകത, പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലാക്ക് മാജിക് പോലെ അവർ പല കാര്യങ്ങളും അല്ലെങ്കിൽ പല ക്ഷുദ്രപ്രവൃത്തി ചെയ്യുകയും അതുകൊണ്ടാണ് രണ്ടാമത് ഏറ്റവും കൂടുതൽ പേര് അവിടെ മരിക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ മെഡിക്കൽ ക്യാമ്പിൻ്റെ അകത്തെ ഇപ്പോൾ പകർച്ചവ്യാധിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് പ്രമേഹമാണ് കൂടുതൽ, രക്തസമ്മർദ്ദമാണ് കൂടുതൽ, ഹൃദ്രോഗമാണ്, അതിനൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ വൂഡുവിന് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ ഇതെൻ്റെ മനസ്സിനെ ഒത്തിരി ചിന്തിപ്പിക്കാൻ ഇടയായി. പലപ്പോഴും നമ്മൾ സാധാരണയായി നമ്മൾ അനുഭവിക്കുകയും നമ്മൾ പലപ്പോഴും ഇടപെടുകയും ചെയ്യുന്ന ലോകത്തിനപ്പുറം ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു കൂട്ടം ആൾക്കാരിലേക്ക് കടന്നു ചെല്ലാൻ വേണ്ടിയിട്ടാണ് ഈ വർഷത്തെ ഗ്ലോബൽ യൂത്ത് ഡേയിലെ ഈ ഒന്നാമത്തെ വീക്ക് ഓഫ് പ്രേയറിലെ ഒന്നാമത്തെ ദിവസത്തെ ഈ ദൂത് നമുക്ക് ആഹ്വാനം നൽകുന്നത്. സാധാരണ നമ്മുടെ കംഫർട്ട് സോൺ എന്തൊക്കെയാണ്? നമ്മുടെ വീട്ടിലുള്ളവരുമായി കാര്യങ്ങളെ പങ്കുവയ്ക്കാൻ നമുക്ക് എളുപ്പമാണ്, നമ്മുടെ പള്ളിയിലുള്ളവരുമായി പങ്കുവയ്ക്കാൻ എളുപ്പമാണ്. ഇത് സുവിശേഷത്തെക്കുറിച്ചാണ്. നമ്മൾ തന്നെ അഡ്വെന്റിസ്റ്റ് ക്യാമ്പസുകളിലാണ് ജീവിക്കുന്നത്, അവിടെയുള്ളവരുമായി ദൂത് പങ്കുവയ്ക്കാൻ എളുപ്പമാണ്, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു പരിപാടി അവതരിപ്പിക്കാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ ക്രിസ്തീയ സമൂഹത്തിനിടയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു പാട്ടോ അല്ലെങ്കിൽ ഒരു വചനം പങ്കുവയ്ക്കാനോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ ഈ വർഷത്തെ ഈ വീക്ക് ഓഫ് പ്രേയർ ഒന്നാമത്തെ ദിവസത്തെ ഈ ദൂത് ബിയോണ്ട് ബോർഡേഴ്സ് എന്ന് വിളിക്കുമ്പോൾ ശരിക്കും നമ്മൾ സാധാരണയായി നമ്മൾ കാണുന്ന അതിർത്തികൾക്ക് അപ്പുറം ഉള്ള ലോകത്തിലേക്ക് കടന്നു ചെല്ലുവാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആഹ്വാനം നൽകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ശരിക്കും ഈ കഴിഞ്ഞ ദിവസങ്ങൾ നിങ്ങൾ കേട്ട് കാണും. കഴിഞ്ഞ ഞായറാഴ്ച ഒരു തൃശ്ശൂർ അവിടെയുള്ള യുവാക്കൾ അവിടുത്തെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട്, അപ്പോൾ സഭയിലെ നേതൃത്വം ഉണ്ടായിരുന്നു, യുവാക്കളുണ്ടായിരുന്നു, തൃശ്ശൂർ സഭയുമായി ബന്ധപ്പെട്ട വിശ്വാസികളും പാസ്റ്ററും ഒക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റീനെ നമ്മുടെ ക്യാമ്പസിലേക്ക് വിളിച്ചു വരുത്തി അവരോട് സ്നേഹം പങ്കിടുകയും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കുകയും അവരോടൊപ്പം സന്തോഷിക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്തു. അപ്പോൾ എൻ്റെ അറിവിൽ ഇങ്ങനെയൊരു സംഭവം ഇതിനു മുമ്പ് നടന്നിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നത്. ഒരു ക്രിസ്തീയ സഭകളിലും അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് തന്നെ, അല്ലെങ്കിൽ സാധാരണയായി ചെയ്യുന്നുണ്ടോ എന്നൊരു ഞാൻ സംശയിക്കും. വളരെ യുണീക്കായിട്ടുള്ളൊരു കാര്യം. ആ ആൾക്കാർക്ക് എത്ര സന്തോഷമായി തോന്നിയെന്നറിയുമോ? ഞാൻ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഞാൻ എൻ്റെ റിപ്പോർട്ട് കേട്ടത് കാരണം ആരും സമൂഹത്തിൽ അവരെ അടുപ്പിക്കത്തില്ല. പൊതുവെ ചില പ്രത്യേക ആരാധന പരിപാടികളിൽ മാത്രം, ഇപ്പോൾ അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട ചില ആരാധന പരിപാടികൾ മാത്രമൊക്കെ അവരെ സാറിന് വിളിക്കാറ്, ആരും അടുപ്പിക്കത്തില്ല. അപ്പോൾ അവരെ നമ്മളോട് ചേർത്ത് നമ്മളുമായി ഇടപെടുത്തി അവരുമായി സംസാരിച്ച് അത് അവർക്കൊരു ഭയങ്കര അനുഭവമായിരുന്നു. അവരപ്പോൾ തന്നെ അതിൽ ചിലവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ആ സ്പോട്ടിൽ, കാരണം അവരോട് ബൈബിൾ അറിയിക്കാൻ പോലും തുടങ്ങിയില്ല. കാരണം അവർക്ക് അപ്പോഴേ മനസ്സിലായി ഇവരിലെ ദൈവികത്വം എന്തോ ഉണ്ട് എന്ന് അവർക്ക് അപ്പോഴേ മനസ്സിലായി. ഒരാൾ റിമാർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ദൈവത്തെ പോലെയാണല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ ഓഫ്കോഴ്സ് നമ്മൾ ദൈവമാകാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ ദൈവത്തിനെ കാണാൻ പറ്റാത്ത ഈ ലോകത്തിൽ ദൈവം ആരാണെന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ
പെരുമാറ്റത്തിലൂടെയും നമ്മുടെ ഇടപെടലിലൂടെയും മാത്രമേ ഇത് സാധ്യമാകത്തുള്ളൂ. ഇതാണ് നമ്മുടെ ഈ ഇന്നത്തെ ഈ ഒന്നാമത്തെ ദിവസത്തെ വീക്ക് ഓഫ് പ്രയറിലെ മെസ്സേജ്. കർത്താവ് ഇതിനുവേണ്ടി നമുക്കൊരു നല്ലൊരു മാതൃക നൽകിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒരു സ്റ്റോറിയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യത്തിൽ കർത്താവ് പെട്ടെന്ന് ശിഷ്യന്മാരോട് പറയുക, ഇവരെ നിങ്ങൾക്കറിയാം ഗലീലിയ കടലിനെ ചുറ്റിപ്പറ്റിയാണ് അവരുടെയൊക്കെ മിനിസ്ട്രി പലപ്പോഴും സംഭവിച്ചത്, അല്ലെങ്കിൽ ശുശ്രൂഷകൾ പലപ്പോഴും സംഭവിച്ചത്. പെട്ടെന്ന് പറയുക, നാം അക്കരയ്ക്ക് പോകുക എന്ന് പറഞ്ഞു. നമ്മൾ അക്കരയ്ക്ക് പോകുക, അല്ലെങ്കിൽ നമുക്ക് ലെറ്റ് us ഗോ ടു ദി അതർ സൈഡ് എന്ന് കർത്താവ് പറയുക. അപ്പോൾ ഇത് കർത്താവ് പറയുമ്പോൾ ശിഷ്യന്മാർക്കറിയാം ഈ അക്കരയെന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു സ്ഥലമല്ല. കാരണം ഇവരിപ്പോൾ ആയിരിക്കുന്ന യഹൂദന്മാരുള്ള, യഹൂദ വിശ്വാസമുള്ള, യഹൂദ ധാർമ്മികത്വവും മൂല്യങ്ങളും ഒക്കെ ഉള്ളൊരു നാട്. അവിടെ സത്യം അറിയിക്കാൻ നമുക്ക് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവും, കാരണം അവരുടെ തിരുവെഴുത്തുകളുമായൊക്കെ ബന്ധപ്പെട്ട. പക്ഷേ അക്കരയ്ക്ക് പോവുക എന്ന് പറയുമ്പോൾ വെറുതെ ഒരു പോക്കല്ല. ഇവർ ചെല്ലുന്നത് അപ്പുറത്ത് ഡെക്കാപോളിസ് എന്ന് പറയുന്നൊരു നെറ്റ്വർക്ക് ഓഫ് സിറ്റീസ്, ഒരു 10 പട്ടണങ്ങളുടെ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് ഉള്ള ഒരു സ്ഥലത്തേക്കാണ് ഇവർ ശരിക്കും ചെല്ലുന്നത്. അവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അവിടെ യഹൂദ വിശ്വാസം വളരെ വളരെ കുറച്ചേ കാണാൻ പറ്റത്തുള്ളൂ. അവിടെ വളരെയധികം ജാതീയമായിട്ടുള്ളൊരു വിശ്വാസം, അത് നമ്മൾ സാധാരണ കാണുന്ന വേറൊരു അന്യമതം എന്നുള്ള പോലത്തെ രീതിയിലല്ല, ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു രീതിയിലാണ്. അവിടെ അവർ സമ്പത്തിൻ്റെയും അക്രമത്തെയും പല അവരുടേതായിട്ടുള്ള ഹീഡോണിസ്റ്റിക് ഡെയിറ്റീസിനെയൊക്കെ ആരാധിച്ചിരുന്നൊരു സ്ഥലമാണ്. അതുമാത്രമല്ല, ഇവിടെ കർത്താവ് പറയുന്ന ദൂതായ ക്ഷമ, സമാധാനം, താഴ്മ, സ്വയം നിയന്ത്രണം, ഇതിനൊക്കെ എതിരായിട്ടുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ആൾക്കാരുടെ ഇടയിലേക്കാണ് ചെല്ലുന്നത്. അവിടെ അവരുടേതായിട്ടുള്ള ദേവാലയം യഹോവ എന്ന ദൈവത്തിൻ്റെ അല്ലാത്ത അവരുടെ ദേവന്മാരുടെ ദേവാലയങ്ങളും അവരുടേതായിട്ടുള്ള ആരാധന രീതികളും പലതരം കൾട്ടുകൾ അവിടെയുണ്ട്. ഈ ആരാധന രീതികളുണ്ട്. ഇങ്ങനെ സെക്ഷുവാലിറ്റി, വയലൻസ്, വെൽത്ത്, ഇതൊക്കെയാണ് അവർ സെലിബ്രേറ്റ് ചെയ്യണത്. നമ്മൾ കാണുന്ന ധാർമ്മികമായ മൂല്യങ്ങളിലൊന്നുമല്ല അവരവിടെ ഫോക്കസ് ചെയ്യുന്നത്. എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ നമ്മളൊരു ഇസ്ലാം ദേശത്തേക്ക് ചെന്നാൽ പോലും ഏറെക്കുറെ നമ്മുടെ വാല്യൂസ് സിമിലർ, അല്ലെങ്കിൽ നമ്മളൊരു ഇന്ത്യയിൽ ഹിന്ദു ഒരു നാട്ടിലേക്ക് നമ്മുടെയൊക്കെ മൂല്യങ്ങൾ ഏറെക്കുറെ സിമിലറാണ്. പക്ഷേ ഇതങ്ങനെയല്ലായിരുന്നു. മൂല്യങ്ങൾ പോലും വളരെയധികം വ്യത്യാസമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. അങ്ങനെയുള്ള ഈ ഡെക്കാപോളിസ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രദേശത്തേക്ക് ചെന്നപ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണ്. അതും കർത്താവ് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ വളരെ ഇൻറ്റൻഷനിലാണ്, വളരെ സ്വയമായിട്ട് അതൊരു തീരുമാനമെടുക്കുക, നമുക്ക് അപ്പുറത്തേക്ക് പോകാം എന്നാണ് പറയുന്നത്. അല്ലാണ്ട് ഇങ്ങനെ ഒരു അറിയാണ്ട് ചെന്നപ്പോൾ ആ വഴി പോയതല്ല, അല്ലെങ്കിൽ എങ്ങനെയോ യാത്ര ചെയ്തപ്പോൾ ആ സ്ഥലത്തൊന്ന് പെട്ടുപോയതല്ല. വളരെ ഇൻറ്റൻഷനലായിട്ട് തീരുമാനിച്ച് ഉറപ്പിച്ചാണ് കർത്താവ് ശരിക്കും ആ അക്കരെ പോകുന്നത്. കർത്താവിൻ്റെ ഉള്ളിലൊരു ഉദ്ദേശമുണ്ട്. ഈ ഉദ്ദേശമാണ് ഈ ഗ്ലോബൽ യൂത്ത് വീക്ക് ഓഫ് പ്രയറിൻ്റെ 1-ാം ദിവസം നമ്മൾ തിരിച്ചറിയാൻ പോകുന്നത്. എന്നിട്ട് എന്ത് സംഭവിച്ചെന്ന് നമുക്കൊന്ന് വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം നമുക്കെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഡിവൈസിനുള്ളിലാണെങ്കിലും ബൈബിൾ എടുക്കുക. മർക്കോസിൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം, അതിൻ്റെ 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാൻ പോകുക. പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. അപ്പോൾ ഓർക്കണം, ശിഷ്യന്മാരല്ലെങ്കിലേ ഇപ്പോൾ നമ്മുടെ അടുത്ത് നമുക്ക് ഒരു പരിചയമില്ലാത്ത ആഫ്രിക്കയിലെ ഒരു ചാത്തൻ സേവയൊക്കെ ചെയ്യുന്നൊരു ഗ്രാമത്തിലേക്ക് ചെല്ലാൻ പറയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു അനുഭവം നമുക്ക് പേടിയായിരിക്കും. കാരണം അവിടെ ഇങ്ങനെ അവരുടേതായിട്ടുള്ള പല വിചിത്രമായ ആരാധന രീതികളുണ്ടാവും. അവിടെ ചിലപ്പോൾ ഈ ഭൂതങ്ങൾ മേത്തുകൂടെ കയറുന്ന ആൾക്കാരുണ്ടാവും, അങ്ങനെ പലതും ഉണ്ടാവും. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് നമുക്ക് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ്. അങ്ങനെ പേടിച്ച് ചെല്ലുന്ന ശിഷ്യന്മാരുടെ മുമ്പിലേക്ക് വരുന്നത് എന്താ? അശുദ്ധാത്മാവ് നിറഞ്ഞ ആൾക്കാർ. അതും വെറുതെ അല്ല, കല്ലറകളുടെ ഇടയിൽ നിന്നും വരുന്നതായിട്ടാണ് കാണുന്നത്. 2 പേര് ഉണ്ടായിരുന്നു. ഇപ്പോൾ മർക്കോസ് സുവിശേഷത്തിൽ ഒരാളെന്നാണ് പറയുന്നതെങ്കിലും ശരിക്കും 2 പേര്, നമ്മൾ വേറെ സുവിശേഷങ്ങൾ വായിക്കാൻ നോക്കുമ്പോൾ 2 പേരുണ്ടായിരുന്നു. മർക്കോസിൽ അതിൽ ഒരാളെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ, അതുകൊണ്ട് ഒന്നെന്ന് പറയുന്നത്. അപ്പോൾ 2 പേര് പെട്ടെന്ന്
അശുദ്ധാത്മാവ് നിറഞ്ഞ പിശാച് ബാധിച്ച രണ്ടുപേരും കല്ലറയുടെ ഇടയിൽ നിന്ന് പെട്ടെന്ന് ഇവരുടെ മുമ്പിലേക്ക് അങ്ങ് വരിക. ശിഷ്യന്മാർക്ക് എന്താ, അവർ പേടിച്ചു പോയി കാണും. അപ്പോൾ അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നില്ല. 3-ാമത്തെ വാക്യം, മർക്കോസ് 5:3 വാക്യത്തിൽ, അവൻ്റെ പാർപ്പ് കല്ലറകളിൽ ആയിരുന്നു, ആർക്കും അവനെ ചങ്ങലയ്ക്ക് കൊണ്ടുപോലും ബന്ധിച്ചു കൂടാഞ്ഞു. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമി ഒടിച്ചും കളഞ്ഞു. ആർക്കും അവനെ അടയ്ക്കുവാൻ കഴിഞ്ഞില്ല. അതായത് പിശാചിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള രണ്ടുപേരായിരുന്നു. അതായത് സാധാരണ മനുഷ്യർക്ക് ഇവരെ പിടിച്ചു വയ്ക്കാൻ പറ്റില്ല. അവിടുത്തെ അങ്ങനത്തെ രീതിയിലുള്ള ആൾക്കാർക്ക് പോലും ഇവനെ നിയന്ത്രിക്കാൻ പറ്റില്ല. കാരണം ഭയങ്കര ശക്തരായിരുന്നു ഇവർ. പിശാചിൻ്റെ ഫുൾ സ്ട്രെങ്ത്തിൽ ഇവർ ആക്രമിക്കുകയും ചങ്ങല പൊട്ടിച്ച് കളയുകയും ഒക്കെ ചെയ്യുന്നൊരു പ്രത്യേക ആൾക്കാർ. അപ്പോൾ നമ്മൾ ശരിക്കും മനസ്സിന് ഇമാജിൻ ചെയ്യണം, നമ്മൾ പേടിച്ചൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വന്ന് പെടുന്നത് തന്നെ ഇതുപോലെ വളരെ ഭയാനകമായ ആൾക്കാർ. ചങ്ങലയൊക്കെ പൊട്ടിച്ച ചങ്ങലയൊക്കെ ആയിട്ട് രണ്ടുപേര് പിശാച് ബാധിച്ചിങ്ങനെ ഇവരുടെ നേരെ വരിക. എന്നിട്ട് 5-ാമത്തെ വാക്യത്തിലേക്ക്, അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു. ഇത് കണ്ടു കഴിയുമ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ പേടിച്ച് വരച്ച് കാണും. കാരണം ഇങ്ങനെ ഓളയിട്ട് ശബ്ദമൊക്കെ ഉണ്ടാക്കി മേത്ത് കുത്തി മുറിച്ച് ചതച്ച് ഇങ്ങനെ വരിക. പക്ഷേ യേശുവിനെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. യേശുവിന് അപ്പോഴും വലിയ ഇത് കണ്ടിട്ട് ഒരു വലിയ അനക്കമൊന്നുമില്ല. യേശു വളരെ കാമായിട്ട് കൂളായിട്ട് ഇടപെടുക. അവൻ യേശുവിനെ ദൂരത്തുനിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു. അവൻ ഉറക്കെ നിലവിളിച്ചു, യേശുവേ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ദൈവത്താണ് എന്നെ ദണ്ഡിപ്പിക്കരുതേ എന്ന് അപേക്ഷിക്കുന്നുവെന്ന് പറഞ്ഞു. ഇതാരെ ഈ ആളിലൂടെ സംസാരിക്കും? ഈ പിശാച് ബാധിച്ച ആൾക്കാർക്ക് അവർക്കും രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. അവർക്ക് ഇത് കണ്ടപ്പോൾ എന്തോ എന്നെ സഹായിക്കാൻ പറ്റുന്ന ഒരാളാണ് അവർക്ക് തോന്നിയിട്ടാണ് ഈ രണ്ടുപേര് യേശുവിൻ്റെ അടുത്ത് പോയി ചെല്ലുന്നത്, അല്ലെങ്കിൽ യേശുവിൻ്റെ നമസ്കരിക്കുന്നത്. അപ്പോൾ അവരെ സംസാരിക്കാൻ നോക്കുമ്പോഴത്തേക്കും ഈ നിയന്ത്രണം എടുക്കുന്ന പിശാച്. അതുകൊണ്ട് പറഞ്ഞാൽ എനിക്കും നിനക്കും തമ്മിൽ എന്ത്? അത് ദൈവപുത്ര എന്നാണ് വിളിക്കുന്നത്. കാരണം പല യഹൂദന്മാർക്ക്, യേശുവിൻ്റെ ശിഷ്യന്മാർക്കും പോലും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി വരുന്നതേ ഉള്ളൂ. അപ്പോഴാണ് ഈ കല്ലറയിൽ താമസിക്കുന്ന ആൾക്കാർ ഒരിക്കലും അറിയത്തുണ്ടാവില്ല ദൈവപുത്രനാണ്. ഇത് ദൈവപുത്രനെ നേരിട്ട് പരിചയമുള്ള സ്വർഗത്തിലെ പണ്ട് ദൂതന്മാരെ പിന്നിൽക്കാലത്ത് വീണുപോയ പിശാചുകൾ നിയന്ത്രിക്കുന്നതുകൊണ്ടാണ് ഈ വാക്കുകളൊക്കെ വരുന്നത്. അത് ഓർക്കണം, അത്രയും ഡീമോണിക്കാണ്. ഈ ഡീമൺ പൊസസ്ഡ് ആയിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. വളരെ ഫിയർഫുള്ളാണ്. യേശുവേ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്നിട്ട് പറയുക, എന്നെ ദണ്ഡിപ്പിക്കരുതേ എന്ന് അപേക്ഷിക്കുന്നുവെന്ന് പറഞ്ഞു. അശുദ്ധാത്മാവേ, ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോകുക എന്ന് യേശു കൽപ്പിച്ചിരുന്നു. നിൻ്റെ പേരെന്ത് എന്ന് അവനോട് ചോദിച്ചത്. എൻ്റെ പേര് ലെഗിയോൻ, ഞങ്ങൾ പലർ ആകുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ലീജിയൻ അല്ലെങ്കിൽ ലെഗിയോൺ എന്ന് മലയാളത്തിൽ വിളിക്കുന്നത് റോമൻ ആർമിയുടെ ഒരു ടീമിനെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെയാണ് ലീജിയൻ എന്ന് അല്ലെങ്കിൽ ലെഗിയോൺ എന്ന് മലയാളത്തിൽ പറയുന്ന രീതിയിൽ വിളിക്കുന്നത്. 5000 പട്ടാളക്കാരുടെ ഒരു കൂട്ടത്തെ ഏകദേശം, അത് പല നമ്പർ ചെറിയ വേരിയേഷനൊക്കെ വരാറുണ്ട് ഓരോ കാലഘട്ടത്തിൽ, അറൗണ്ട് 5000, ഏകദേശം 5000 പേര് ചേരുന്നൊരു പട്ടാളം. അപ്പോൾ ഇവരുടെ ഉള്ളിൽ ഒരു പിശാചായിരുന്നില്ല, ഒത്തിരി പിശാചാണ്. അത് ഒരു ടീം തന്നെ ഉണ്ടായിരുന്നു. അത് ഒരുപക്ഷെ 5000 പേരുണ്ടായിരുന്നു, നമുക്കറിയത്തില്ല. അതുകൊണ്ടാണ് ലെഗിയോൻ എന്നാണ് എൻ്റെ പേര് എന്ന് ഇവർ പറയുക. നാട്ടിൽ നിന്ന് തങ്ങളെ അയച്ചു കളയാതിരിപ്പാൻ ഏറിയൊന്ന് അപേക്ഷിച്ചു. ഈ നാട്ടിൽ നിന്ന് ഞങ്ങളെ വിട്ട് കളയരുതേ എന്ന് ഇവർ അപേക്ഷിക്കുക. പിശാച് അവിടെ മലയരികെ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. ആ പന്നികളിൽ കടക്കേണ്ടതിന് ഞങ്ങളെ അയക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു. അവൻ അനുവാദം കൊടുത്തു. അശുദ്ധാത്മാക്കൾ പുറപ്പെട്ട് പന്നികളിൽ കടന്നിട്ട് കൂട്ടം കത്തൂടെ കടലിലേക്ക് പാഞ്ഞ്. ഇത് ഞാൻ മലയാളം വായിക്കുന്നതിൻ്റെ പ്രശ്നമാണ്. ആ കൂട്ടത്തോടുകൂടി ഈ പന്നികളെല്ലാം കടലിലേക്ക്
പാഞ്ഞ് വീർപ്പ് മുട്ടി ചത്തു എന്ന് എഴുതിയിരിക്കുക. അവ ഏകദേശം 2000 ആയിരുന്നു. 2000 പന്നികൾ. ആൾക്കാർ നോക്കുമ്പോഴത്തേക്ക് ഈ പിശാച് വായിച്ച ആൾക്കാരെ അതിൽ നിന്ന് വിമുക്തമാക്കുന്നു. പന്നികൾ പെട്ടെന്ന് എന്തോ സംഭവിക്കുന്നു. പന്നികളെല്ലാം കൂടെ അവിടെ നിന്ന് ഓടി മലയിൽ നിന്ന് കടലിലേക്ക് ചാടി 2000 പന്നികൾ ഒറ്റയടിക്ക് ചത്തുപോകുന്നു. പന്നികളെ മേയ്ക്കുന്നവർ ഓടിച്ചെത്ത് പട്ടണത്തിലും നാട്ടിലും അറിയിച്ചു. സംഭവിച്ചത് കാണുവാൻ പലരും പുറപ്പെട്ടു എന്നാണ് വായിക്കുന്നത്. അതായത് അഗൈൻ വളരെ ഫിയർഫുൾ ആയിട്ടുള്ളൊരു സീനാണ്. ഈ പിശാച് ഇവരെ വിട്ടു പോവുകയും പന്നികളുടെ മേൽ കയറി, അതാ ഈ ഡീമോണിക് ആക്ടിവിറ്റി, പിശാചിൻ്റെയൊക്കെ പ്രവർത്തനം നേരിട്ട് അവരുടെ മുമ്പിൽ കാണുക, അവരെയും പേടിപ്പിക്കും ആൾക്കാരെ. ആ പന്നികളുടെ മേൽ പന്നികളെല്ലാം വളരെ വയലൻ്റായിട്ട് പെരുമാറി എല്ലാം കൂടെ ഓടി വെള്ളത്തിലേക്ക് ചാടി മരിക്കുന്നു. ഇതാണെന്ന് സംഭവിച്ചത്. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്താ, ഈ അത്ഭുതം കണ്ടിട്ട് എല്ലാവരും യേശുവിനെ സ്വീകരിക്കുമെന്ന്. നാച്ചുറലി അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ സാധ്യത. പക്ഷേ ശരിക്കും സംഭവിച്ചത് എന്താണെന്ന് പറയുന്നത് നേരെ വിപരീതമാണ്. മർക്കോസിൻ്റെ 5:15-16 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാം. യേശുവിൻ്റെ അടുക്കൽ വന്നു ലഗ്യോനുണ്ടായിരുന്ന ഭൂതഗ്രസ്തർ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നു. ശരിക്കും അത് കാണുമ്പോൾ സന്തോഷമല്ലേ വരേണ്ടത്. പക്ഷെ ഇവിടെ ഈ പിശാച് വിട്ടുപോയ ആൾക്കാരുടെ സുബോധാവസ്ഥയിൽ നല്ല ഉടുപ്പൊക്കെ ഇട്ട് നല്ല വൃത്തിക്ക് ഇരിക്കുന്നുണ്ട്. അവർ ഭയപ്പെട്ടു. കണ്ടവർ ഭൂതഗ്രസ്തന് സംഭവിച്ചതും പന്നികളുടെ കാര്യവും അവരോട് അറിയിച്ചു. നമുക്ക് മർക്കോസിൻ്റെ 5:17 വാക്യം ഒരുമിച്ചൊന്ന് വായിച്ചു നോക്കാം. എന്താണ് പിന്നെ സംഭവിച്ചെന്നുള്ളത്. അപ്പോൾ അവർ അവനോട് തങ്ങളുടെ അതിർ വിട്ടു പോകുവാൻ അപേക്ഷിച്ച് തുടങ്ങി. എന്ത് സങ്കടമല്ലേ. അവർ പോലും വിളിക്കാതെ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ലോകത്തിൻ്റെ രക്ഷകൻ അവരുടെ അടുത്ത് വന്നു. നമ്മളെല്ലാവരും പിശാചിൻ്റെയൊക്കെ അടിമത്തത്തിലായിരിക്കുന്നവർ അവരുമായിരുന്നു. ഇവിടെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്ന 2 പേരെ ഇതിൽ നിന്ന് വിടുവിച്ച് യേശു കാണിക്കുക, ഞാനാണ് ഇവരുടെ മേൽ അധികാരമുള്ള ലോകരക്ഷകൻ. പക്ഷെ അവർ നോക്കുമ്പോൾ ഇവർ ഈ പന്നികളിലേക്ക് പിശാച് കയറി അത് നശിക്കുന്നതും ഡീമോണിക് ആക്ടിവിറ്റീനെയൊക്കെ യേശു തോൽപ്പിയത് കണ്ടപ്പോൾ ഇവർക്ക് യേശുവിനെ സ്വീകരിക്കുന്നതിന് പകരം ഇവർക്ക് യേശുവിനോട് പെട്ടെന്ന് ഭയമാണ് തോന്നിയത്. അവർ പേടിച്ചിട്ട് ഞങ്ങളുടെ ഇങ്ങോട്ട് ഇനിയും വരില്ല, ഞങ്ങളെ വിട്ട് എങ്ങനെയും പോകണം. അവർ ആക്രമിക്കുന്നില്ല, കാരണം അവർക്ക് പേടിയാണ് യേശുവിനെ ആ സമയത്ത്. യേശു അത്ര ശക്തനാണെന്ന് മനസ്സിലായി. അപ്പോൾ അവർ അപേക്ഷിക്കുക, ഞങ്ങളെ വിട്ട് പോകണം, ഞങ്ങളുടെ അതിർത്തി വിട്ട് പോകണം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ചെന്ന് യേശുവിനോട് പറയുക. വളരെ ഒരു സങ്കടകരമായ ഒരു സിറ്റുവേഷൻ തന്നെ ഡെഫിനറ്റ്ലി. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ നേരത്തെ ആ 2 പേരെക്കുറിച്ച് പഠിച്ചില്ല, പിശാച് ബാധിച്ചിരുന്ന യേശു ഇപ്പോൾ വിമുക്തമാക്കി. ആ 2 പേര് യേശുവിനോട് ചോദിക്കുക. അത് നമുക്ക് വായിക്കാം. മർക്കോസിന് സുവിശേഷം 15-19 വാക്യം. അപ്പോൾ അവിടെ നാട്ടിലുള്ള ആൾക്കാർ പേടിക്കുകയും ഇങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ പല സമ്പത്തും ഒക്കെ, കാരണം ഈ സത്യം അറിയുമ്പോൾ അവർ പല തെറ്റായ കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ട വരും എന്നുള്ളത് അവർക്ക് മനസ്സിലായി. പല ഇപ്പോൾ പന്നീനെ അന്നത്തെ കാലത്ത് ശരിക്കും ദൈവത്തിൻ്റെ വചനപ്രകാരം തെറ്റായിരുന്നു വളർത്തുന്നത്. അപ്പം അതുകൂടെ കൊണ്ടാണ് യേശു അത് നശിപ്പിക്കാൻ ഇടയാക്കിയത്. വേറെ മൃഗത്തിനെ യേശു നശിപ്പിക്കത്തില്ലായിരുന്നു. പല യഹൂദന്മാരും ജാതികളുടെ കയ്യിൽ ഏൽപ്പിച്ച് പന്നീനെ വളർത്തി കാശുണ്ടാക്കുന്നവരുണ്ടായിരുന്നു എന്നാണ് നമുക്കിതിനെക്കുറിച്ച് വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പം യേശു വളരെ ഇൻറ്റൻഷനലായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യും. അല്ലാണ്ട് ഇങ്ങനെ വെറുതെ അവിടെ പന്നീനെ കണ്ടപ്പോൾ കയറാൻ സമ്മതിച്ചതല്ല. ഇത് പല തെറ്റുകളെ തിരുത്താനും യേശു ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഞങ്ങളുടെ പല തെറ്റായ രീതികളും തെറ്റായ സ്വഭാവങ്ങളും ഒക്കെ മാറ്റേണ്ടത്, ഞങ്ങളുടെ സമ്പത്തും കാര്യങ്ങളൊക്കെ അതുമായി പലതും ബന്ധപ്പെട്ട് കിടക്കും, ഞങ്ങൾ ചെയ്യുന്ന കൊള്ളില്ലായ്മയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കും. അതുകൊണ്ടാണ് അവർ ഇത്രയും റെസിസ്റ്റ് ചെയ്തത്, യേശുവിനെ എതിർക്കാൻ കാരണം. പക്ഷേ ഈ പിശാച് ബാധിച്ചിരുന്നവരെ യേശുവിൻ്റെ പുറകെ പോയിട്ട് അവർ ബെഗ് ചെയ്യുക, അപേക്ഷിക്കുക, ഞങ്ങളെ കൂടെ കൂട്ടണമെന്ന്. നമുക്കതാ മർക്കോസിന് വിശേഷം 5-19 വാക്യത്തിൽ വായിക്കുന്നത്. യേശു അവനെ അനുവദിക്കാതെ നിൻ്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്കുമെന്ന് അവനോട് പറഞ്ഞു. അപ്പോൾ ഈ ഭൂതഗ്രസ്തരായ ആൾക്കാർ, നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷം 5-18 വാക്യത്തിലേക്ക് അവർ പടക് ഏറുമ്പോൾ ഭൂതഗ്രസ്തനായിരുന്നവൻ താനും കൂടെ പോരട്ടെ എന്ന് അവനോട് അപേക്ഷിച്ചു. യേശു അവനെ അനുവദിക്കാതെ
നിൻ്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെ നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്കുമെന്ന് അവനോട് പറഞ്ഞു. നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് വിഷമം വരും. ആ നാട്ടിൽ ആരും സ്വീകരിച്ചില്ല കർത്താവിനെ. എല്ലാവരും അവരുടേതായ സമ്പത്തും കാര്യങ്ങളും സ്വഭാവങ്ങളൊക്കെ അവരുടെ മോശം സ്വഭാവങ്ങളൊന്നും വിട്ട് കളയാൻ കഴിയാതെ അവർ കർത്താവിനെ ആ പ്രദേശത്തേക്ക് അടുപ്പിക്കാൻ തയ്യാറായില്ല. അതിൽ കർത്താവിനെ സ്വീകരിച്ച ഭൂതം പുറത്തു പോയ 2 പേര് കർത്താവിനോട് ചോദിക്കുക, ഞങ്ങളെയും കൂടെ കൂടെ കൂട്ടാവും, ഞങ്ങൾക്ക് ഈ ദേശത്ത് ഇനി നിൽക്കാൻ താല്പര്യമില്ല, ഞങ്ങളുടെ വീട്ടും നാടും സമൂഹത്തെയൊക്കെ വിട്ടിട്ട് ഞങ്ങൾ നിന്നെ അനുഗമിച്ചോളാം, നിൻ്റെ ശിഷ്യരായി കൂടെ കൂടിക്കോളാം എന്ന് അവർ വളരെ ഹാർട്ട് ഫെൽറ്റ് ഒരു റിക്വസ്റ്റ് അവർ അപേക്ഷിച്ചു എന്നാണ് പറയുന്നത്. ഞാനും കൂടെ പോരട്ടെ ചോദിക്കുക. അപ്പോൾ കർത്താവിന് ഉത്തരം കേൾക്കുമ്പോൾ നമുക്ക് വളരെ ആദ്യം സ്ട്രേഞ്ച് ആയിട്ട് ഒരുപക്ഷെ തോന്നി വരും. കർത്താവ് പറയാം, എൻ്റെ കൂടെ വരരുത്. വളരെ സ്നേഹത്തിലാണ് കർത്താവ് പറയുന്നത്. നീ പകരം കർത്താവ് നിനക്ക് ചെയ്ത നന്മകളെക്കുറിച്ച് ഇവരുടെ അടുത്ത് പോയി പറയാമെന്ന് പറയാം. അവരെ ഒരു മിഷണറി വർക്ക് ഏൽപ്പിക്കുക. എന്ത് സംഭവിച്ചെന്നറിയോ? ഈ ആൾക്കാർ അവിടെ തിരികെ ചെന്ന് അവരുടെ നാട്ടിൽ പോയി സാക്ഷ്യപ്പെടുത്തുക പിന്നീട്. കാരണം അവരെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. ഇവരെ എല്ലാവർക്കും പേടിയായി. ഇവർ ഈ മലയിൽ ഒച്ച ഉണ്ടാക്കുകയും ആൾക്കാർ ആക്രമിച്ച് നടക്കുകയും സ്വയം കുത്തി കീറുകയും ചങ്ങല പൊട്ടുകയും ചെയ്യുന്നുണ്ട്. ഇവരെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. ഇവർ ശരിക്കും പിശാച് ബാധിച്ചവരാണ്. അതുകൊണ്ട് ഇവർ പോയി സാക്ഷ്യപ്പെടുത്തുമ്പോൾ ആൾക്കാരൊക്കെ ഇത് കേട്ടിങ്ങനെ വളരെ അത്ഭുതത്തോടെയും ആകാംക്ഷയോടെയൊക്കെ ഇവർ പറയുന്ന കാര്യം കേൾക്കുക. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് ഈ 2 ഭൂതത്തെ പുറത്താക്കിയ ആൾക്കാരാണ് അവിടെ മിഷണറി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡെക്കാപോളിസ് എന്ന് പറഞ്ഞാൽ ആ റോമൻ നെറ്റ്വർക്ക് ഓഫ് സിറ്റീസിൽ 10 പട്ടണങ്ങൾ അടങ്ങുന്ന സിറ്റീസിൽ യഹൂദന്മാർ തീരെ അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രമുള്ള പ്രദേശത്ത്, യഹൂദ വിശ്വാസം തീരെ തന്നെ കാണാൻ ബുദ്ധിമുട്ടുള്ള ആ പ്രദേശത്ത് ഇവർ മിഷണറി വർക്ക് ചെയ്യുക. അപ്പോൾ ഇതെന്തിനാണ് ഇത് പറയാൻ കാരണം? നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറഞ്ഞാൽ ഗോയിങ് ബിയോണ്ട് ബോർഡേഴ്സ്. അതായത് നമ്മൾ സാധാരണ ഇടപെടാൻ നമ്മൾ ആഗ്രഹിക്കുകയും എളുപ്പമുള്ള ആൾക്കാരിൽ നിന്ന് മാറി മറുകരയ്ക്ക് ചെന്ന് നമ്മൾ സാധാരണ ഇടപെടാത്ത തരം ആൾക്കാരിൽ ചെന്ന് സുവിശേഷത അറിയിക്കുക എന്നുള്ള ഈ ഡീമൺ പൊസസ്ഡ് ആയിരുന്നവർ ശരിക്കും അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിത് വായിച്ചു വരുമ്പോൾ എന്നിട്ട് ഏതാനും മാസങ്ങൾ കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു എന്ന് ബൈബിളിൽ പറയുന്നത്. അത് നമുക്ക് വായിക്കാൻ പറ്റുന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ 15-ാമത്തെ അധ്യായത്തിൻ്റെ 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു അവിടെ നിന്നും യാത്രയായി ഗലീല കടലരികെ ചെന്ന് മലയിൽ കയറി അവിടെ ഇരുന്നു. അപ്പോൾ ഇവിടെ യേശു വീണ്ടും ആ പണ്ട് നേരത്തെ ചെന്നിരുന്ന ആ പ്രദേശങ്ങളിലേക്ക് വീണ്ടും ചെല്ലുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് അവിടെ ഒരു മലയിൽ കയറി യേശു അവിടെ ഇരിക്കുന്നു. വളരെ പുരുഷാരം, മുടന്തർ, കുരുടർ, ഊമർ, കൂനർ മുതലായ പലരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ്റെ കാൽക്കൽ വെച്ചു. അവൻ അവരെ സൗഖ്യമാക്കി. ഊമർ സംസാരിക്കുന്നതും കൂനർ സൗഖ്യമാകുന്നതും മുടന്തർ നടക്കുന്നതും കുരുടർ കാണുന്നതും പുരുഷാരം കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടു, ഇസ്രായേലിൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി. കണ്ട, നേരത്തെ ഇസ്രായേലിൻ്റെ ദൈവമായിട്ട് ഒരു ബന്ധവുമില്ലാത്തവർ, അതുകൊണ്ട് ബൈബിളിൽ വളരെ ക്ലിയർ ആയിട്ട് അവോർഡ് വയ്ക്കുക, ഇസ്രായേലിൻ്റെ ദൈവത്തെ, അവരുടെ ദൈവന്മാരെയല്ല, ഇസ്രായേലിൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഈ ഭൂതം ഇങ്ങനെ ബാധിച്ചവരെ സൗഖ്യമാക്കാമെങ്കിൽ പിന്നെ ഞങ്ങളുടെ ഇടയിൽ ആരെ വേണേൽ സൗഖ്യമാക്കാൻ പറ്റുന്ന അവർക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് വളരെ പുരുഷാരും മുടന്തർ, കുരുടർ, ഊമർ, കൂനർ മുതലായ പലരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ്റെ കാൽക്കൽ വെച്ചു അവനവരെ സൗഖ്യമാക്കി എന്ന്. എന്നിട്ട് പറയും ഇസ്രായേലിൻ്റെ ദൈവത്തെ അവരൊക്കെ മാത്രമാക്കി. നമുക്കിപ്പോൾ അതിൻ്റെ ആ പിക്ചർ കംപ്ലീറ്റ് ആയി കാണും. കർത്താവ് ആദ്യം ഇവരുടെ അടുത്ത് എൻ്റെ കുറേ വരലെന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷമം വരും. പാവൻ 2 ആൾക്കാർ, അവർക്ക് അവരുടെ ദേശത്ത് ആരും ദൈവത്തെ അംഗീകരിക്കുന്നില്ല, കർത്താവിനെ അംഗീകരിക്കുന്നില്ല, അത്തരം എന്തിനാണ് അവരെ ജീവിക്കാൻ പറ്റുന്നത്? പക്ഷേ കർത്താവിൻ്റെ ഉദ്ദേശം കണ്ടോ, അവർ ചെന്നിട്ട് ഏതാനും മാസങ്ങൾ അവരവിടെ മിഷണറീസായിട്ട് പ്രവർത്തിക്കും. അവർ സാക്ഷ്യപ്പെടുത്താൻ മാത്രമേ, ഉറപ്പായിട്ട് ഇവർക്ക് നമുക്കറിയാവുന്ന ഡോക്ടറിൻസ് ഒന്നും അറിയത്തില്ല, കാരണം അവർ യഹൂദ വിശ്വാസത്തിലുള്ളവരേ അല്ല. പക്ഷേ അവർക്ക് ഇങ്ങനെ ഒരു മിശിഹായെക്കുറിച്ച്, കർത്താവിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താൻ മാത്രമേ അത് മാത്രം ചെയ്താൽ മതി. അത് കഴിഞ്ഞപ്പോൾ ഏതാനും മാസം കഴിഞ്ഞപ്പോഴുള്ള റിസൾട്ടാണ് നമ്മൾ അത്ഭുതം.
ഒരു പുരുഷാരം തന്നെ അവിടെ വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. വളരെ പുരുഷാരം ഈ മുടന്തരെയും കുരുടരെയും ഊമരെയൊക്കെ ആയിട്ട് വന്നു എന്നാണ് പറയുന്നത്. മാസീവ് റിസൾട്ട്. നമുക്കറിയില്ല എത്ര ആയിരങ്ങൾ ആ സമയത്ത് വന്നത്, ബട്ട് ദെയർ വാസ് എ മാസീവ് ചേഞ്ച്. എന്തുകൊണ്ടാണ്? 2 പേരെ കർത്താവ് ഇങ്ങനെയുള്ളൊരു പ്രദേശത്തേക്ക് മിഷണറിമാരായി വിട്ടതുകൊണ്ടാണ്. കർത്താവും തീരുമാനിച്ചുറപ്പിച്ച് ഇങ്ങനൊരു സ്ഥലത്തേക്ക് ചെന്നു. നമുക്കും ഇന്ന് ഇതേ വിളിയാണ്. ഞാൻ തൃശ്ശൂരിൽ നടന്ന സംഭവത്തെക്കുറിച്ച് പറഞ്ഞു. ഒരു പക്ഷേ നമ്മുടെ സഭയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു കാര്യം നടന്നത്. നമ്മളിങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുക. ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോഴേ, ഒരിക്കലും ആരും കടന്നല്ലാത്ത സ്ഥലങ്ങളിലേക്ക് പ്രവർത്തിക്കുമ്പോൾ റിസൾട്ട്സ് മാസീവ് ആവും എന്നാണ് ബൈബിൾ വായിക്കാൻ നമുക്ക് മനസ്സിലാവും. കാരണം അവരിലേക്ക് സത്യം ഇതിനു മുമ്പ് ചെന്നല്ല. അന്ധകാരത്തിൻ്റെ താഴ്വരയിലേക്ക് ഏറ്റവും ചെറിയ വെളിച്ചം പോലും വലിയ പ്രകാശമായിട്ട് അത് മാറും. വെളിച്ചമുള്ള സ്ഥലങ്ങളിലേക്ക് ഒരു വെളിച്ചം കൂടെ വരുമ്പോൾ അതിന് അത്ര എഫക്റ്റ് ഉണ്ടാകും. മറ്റേത് പൂർണ്ണ അന്ധകാരത്തിലേക്ക് ചെറിയൊരു ദീപം ചെന്നാൽ ആ പ്രദേശത്തൊരു വ്യത്യാസം ഉണ്ടാകും. അതുപോലൊരു വ്യത്യാസം നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും. നമ്മുടെ പ്രാദേശിക സഭയിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. ഈ വർഷത്തെ ഗ്ലോബൽ യൂത്ത് ഡേക്ക്, ആ യൂത്ത് ഡേ ഒരു ദിവസം വെച്ച് മാത്രം നിൽക്കാൻ പാടില്ല. ഗ്ലോബൽ യൂത്ത് ഡേയുടെ ഒരു ദിവസത്തെ പരിപാടികളോട് നിൽക്കാൻ പാടില്ല. നമ്മൾ അവിടുത്തെ യുവാക്കളോടൊപ്പം മുതിർന്നവരോടൊപ്പം നമ്മൾ പദ്ധതികൾ മെനയണം. പ്രാർത്ഥനയോടുകൂടെ എങ്ങനെ നമുക്ക് ഇതുവരെ കടന്നു ചെന്നിട്ടില്ലാത്ത പ്രദേശങ്ങളിലേക്ക്, ആരും കടന്നു ചെല്ലാത്ത കമ്മ്യൂണിറ്റീസിലേക്ക്, നമ്മളെ സഭയായി ഇതിനു മുമ്പ് ഇടപെടാത്ത സ്ഥലങ്ങളിലൊക്കെ എങ്ങനെ സത്യമായി കടന്നു ചെല്ലാം. അത് സത്യം എന്ന് പറയുമ്പോൾ എപ്പോഴും നേരെ പോയി അവർക്ക് ബൈബിൾ സ്റ്റഡി കൊടുക്കുകയല്ല. നമ്മൾ അവരെ സഹായിക്കാൻ, അവരുടെ ആവശ്യങ്ങളെ അറിയാനും സംസാരിക്കാനും അവരെ സ്നേഹിക്കാനും അടുത്ത് ഇടപെടുവാനുമാണ് നമ്മൾ ശ്രമിക്കുന്നത്. കർത്താവ് അത് തന്നെ ചെയ്തല്ലോ. അവിടെ പഠിപ്പീരുകളൊന്നും ആ സമയത്ത് നടക്കുന്നില്ല, ഹീൽ ചെയ്യുകയാണ് ചെയ്തത്. അത് തന്നെ നമ്മളും ചെയ്തത്. കർത്താവിൻ്റെ മാതൃകയാണ് നമ്മൾ പിന്തുടരുന്നത്. നമ്മളൊന്ന് ഓർത്താൽ മതി. ഇപ്പോൾ ആ തൃശ്ശൂരിൻ്റെ ഉദാഹരണം വീണ്ടും എടുക്കുകയാണ്. കാരണം അത് എന്നെ ഒത്തിരി അത്ഭുതപ്പെടുത്തുകയും എനിക്ക് സന്തോഷം വന്നുകൊണ്ടാണ് ഞാൻ ആ ഉദാഹരണം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. നമ്മൾ തുടർച്ചയായി ആ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയായിട്ട് ഇടപെട്ടുകയാണെങ്കിൽ എത്ര പേര് നമ്മളോട് ഒത്തിരി അടുക്കും, എത്ര പേർക്ക് സത്യം അറിയാൻ പറ്റും. അവരൊന്നും ആരും മൈൻഡ് ചെയ്യാറുമില്ല, വീട്ടിൽ കയറ്റത്തില്ല. നമ്മളവരെ നമ്മളിലൊരാളായി കാണുമ്പോൾ അവരിലുണ്ടാകുന്ന മാറ്റം എത്ര വലുതായിരിക്കും. അതുപോലെ അനേകം കമ്മ്യൂണിറ്റീസിനെ മാറുവാനും സത്യം അറിയുവാനും അവർ നമ്മുടെ കൂടെ നമ്മളൊരുവനായി മാറ്റുവാനും നമ്മൾ ശ്രമിക്കണം എന്നുള്ള ഈ ഒരു ചിന്തയോടുകൂടെ എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു. ഈ വർഷത്തെ ഗ്ലോബൽ യൂത്ത് ഡേ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് എല്ലാവർക്കും ആ ആക്ട് എന്ന് പറഞ്ഞ തീം, ആ കമ്മ്യൂണിറ്റി ട്രാൻസ്ഫോം, ഒരു സമൂഹത്തെ മാറ്റാനുള്ള കൃപ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു. ആമീൻ.